ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് സാങ്കേതിക തടസ്സം മാത്രമേ ഉള്ളൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കുന്നത് മൂലമാണ് അവിടെ ജാമ്യം ഇവർക്ക് കിട്ടാത്തതെന്നൊരു വാർത്തയും കൂടെ ഉണ്ട്. ഇതിലെന്താണ് ഇതിനകത്ത് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് എന്താണ്? അല്ല, ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചു. അത് ഉപാധികളുള്ള ജാമ്യമാണ്. കന്യാസ്ത്രീകൾക്ക് നിരവധി ദിവസമായിട്ട് അവിടുത്തെ ജയിലിൽ നിന്ന് മോചനം നേടുന്നതിനുള്ള പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, കേരളത്തിൻ്റെ എന്ന് പ്രത്യേകം പറയാൻ കാരണം കേരളം മാത്രമാണ് അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം, കേരളത്തിൽ കോൺഗ്രസ്, കേരളത്തിൽ BJP. രാജീവ് ചന്ദ്രശേഖരൻ ഇതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് അമിത്ഷായായിട്ടൊക്കെ സംസാരിച്ചു. അമിത്ഷാ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്താം എന്നാണ്. ഇതെല്ലാം ഇവരുടെ രാഷ്ട്രീയ സംഭാഷണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെടുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടപെടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ BJPയിൽ രണ്ട് വാദം ഇക്കാര്യത്തിൽ ഉയർന്നു. RSSൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. RSS വളരെ കർശനമായിട്ടുള്ള നിലപാടിലാണ്. കാരണം മതപരിവർത്തനം നടത്തിയവരാണ് കന്യാസ്ത്രീകൾ. അതുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് RSS. എന്നാൽ BJP അങ്ങനെയല്ല. BJP കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം, കേരളത്തിലിങ്ങനെ നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല കേരളത്തിലെ കന്യാസ്ത്രീകളും അതേപോലെ തന്നെ പുരോഹിതന്മാരും എന്നത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ, കേരളത്തിൽ നിന്ന് പോയ ഈ കന്യാസ്ത്രീകളും മതപരിവർത്തനം ഉള്ളവരല്ല എന്ന നിലപാടാണ് BJP എടുത്തത്. അതിൻ്റെ പേരിലാണ് രാജീവ് ചന്ദ്രശേഖരൻ അതിൻ്റെ മുന്നണിയിൽ പ്രവർത്തിക്കാനായിട്ട് പോയത്. അങ്ങനെയാണ് പോയത്. അതുകൊണ്ടാണ് സാങ്കേതികം എന്ന് പറയുന്നതിൽ എല്ലാം സാങ്കേതികമാണ്. ജയിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാങ്കേതികമാണ്. കാരണം ഇവർക്കെതിരെ കടുത്ത കുറ്റങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഇവർ നിർബന്ധപൂർവ്വം എന്ത് ചെയ്തിരിക്കുന്നു, മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കന്യാസ്ത്രീകൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മനുഷ്യ കടത്ത് നടത്തുന്നവരാണ്. ഇത് വലിയ കുറ്റമാണ്, ഈ രണ്ട് കുറ്റം. ആ രണ്ട് വലിയ കുറ്റങ്ങൾക്ക് ആണ് ഇവർ ശിക്ഷ അർഹിക്കുന്ന തരത്തിൽ ഇവരെ പിടിച്ച് ജയിലിലിട്ടത്. അതുകൊണ്ടാണ് ഇവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അപ്പോൾ ചർച്ചകളൊക്കെ ഒരുപാട് നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസ് വന്നു. ജാമ്യം അപേക്ഷ കൊടുക്കുമ്പോൾ ജാമ്യം അപേക്ഷ കൊടുത്തു. കേസ് വന്ന സമയത്ത് ഛത്തീസ്ഗഡ് സർക്കാർ BJPയുടെ നിലപാടെടുത്ത് അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണ്ട എന്നാണ്. അപ്പം അമിത്ഷാ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പുറത്ത് കൊടുക്കണം എന്ന് പറയുന്നു. അകത്ത് അവരുടെ തന്നെ പ്രോസിക്യൂട്ടർ, BJPയുടെ സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ പറഞ്ഞ് ജാമ്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ കോടതി ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞു. കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞാൽ എന്തിന് കസ്റ്റഡിയിൽ വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടി വരും. കസ്റ്റഡിയിൽ വേണ്ടത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഇവർ തെളിവ് നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇവർക്ക് വലിയ സ്വാധീനമുള്ളവരാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നിരത്തി കഴിഞ്ഞാൽ കോടതി പറയും ഈ കസ്റ്റഡിയിൽ എടുത്തോളാൻ പറയും. അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടില്ല. കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞത് മാത്രമാണ് അനുകൂലമായിട്ട് പറഞ്ഞ ഏക വാചകം. കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞാൽ എന്തിന് എന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇവരുടെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവർ കസ്റ്റഡിയിൽ വേണം എന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങളില്ല എന്നുള്ളത് ഒരു വശത്തുണ്ട്. രണ്ടാമത്, ജാമ്യം കിട്ടണം എന്ന് ചിലപ്പോൾ അവർ ഉള്ളുകൊണ്ട് അമിത്ഷാ പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം വേണമെങ്കിൽ കരുതിയിട്ടുണ്ടാകാം. പക്ഷെ അവരവരുടെ നിലപാടിന് മാറിയില്ല. BJPയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിലെ BJP, കേരളത്തിലെ BJP അല്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ് ജാമ്യം കൊടുത്തിരുന്നു. പക്ഷേ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം, അതും സാങ്കേതികമാണ്, ആ അടിസ്ഥാനത്തിലാണ് അവർക്ക് നേടുന്നത് ജാമ്യം കിട്ടുന്നത്, അവർ പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് BJP ഇതിലെടുക്കുന്ന നിലപാട് ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് RSS കൃത്യമായിട്ട് നിർദ്ദേശം വെക്കുന്നുണ്ട്. മതപരിവർത്തനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. മതപരിവർത്തനം നടത്തുന്നവരാണ് കന്യാസ്ത്രീകൾ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ കിഴക്ക് പ്രദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ. അപ്പോൾ ആ അതിർത്തി പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ പലപ്പോഴും ചൈനയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നതായിട്ടുള്ള പ്രദേശങ്ങളാണ്. നാഗാലാൻഡ് ആയിക്കഴിഞ്ഞാലും മിസോറാമായാലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാവരും വളരെ കടുത്ത തോതിലുള്ള മതപരിവർത്തനം നടക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് RSSനുള്ളത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് അവർ കൃത്യമായിട്ട്
കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇത് വളരെ രസകരമായിട്ടുള്ള കാഴ്ച എന്താണ്? കോൺഗ്രസിൻ്റെ നിലപാടാണ്. കേരളത്തിൽ കോൺഗ്രസ് അതിശക്തമായിട്ട് ഇവർക്ക് ജാമ്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടം നടത്തുന്ന സമയത്ത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എം പിമാരും ഇക്കാര്യത്തിലൊന്നും സംസാരിച്ചില്ല. അവർ മൗനമായി അവിടുത്തെ സർക്കാരിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ്. വലിയ വൈരുദ്ധ്യമാണ് നമ്മൾ ഇന്നത്തെ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വിഷയത്തിനകത്തുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് ശരിയാണ്. ഇനിയും ഉള്ള ഇതിലൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ കടത്തപ്പെട്ട വ്യക്തികളുണ്ടല്ലോ, കടത്തപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ, ഇവർ പറയുന്നുണ്ടോ നമ്മൾ കടത്താൻ ശ്രമിച്ചു എന്നുള്ളത് പറയുന്നുണ്ടോ? അതൊക്കെ ഇനിയല്ലേ വിചാരണയുടെ സമയത്തല്ലേ. ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടോ? പോലീസിന് നിർബന്ധിച്ച് എന്ത് വേണമെങ്കിലും മൊഴി എടുപ്പിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇനി കോടതിയിൽ വരുന്ന സമയത്തും അവരെന്താണ് പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് തിരിയാൻ പോണത്. അവിടുത്തെ എന്താണ് ഈ കൊണ്ടുപോയ പെൺകുട്ടികൾ മനുഷ്യക്കടത്ത് നടത്തുകയായിരുന്നു കന്യാസ്ത്രീകൾ എന്ന് കോടതിയിൽ പറഞ്ഞാൽ പിന്നെ കന്യാസ്ത്രീകൾക്ക് രക്ഷ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ എങ്കിൽ അവരാ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്ന് നമുക്ക് കരുതാം. എന്തായാലും കോടതിയിലെ വിചാരണ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവരുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ 3 രാഷ്ട്രീയ പാർട്ടികൾ, BJPയും അതേപോലെ തന്നെ UDFും LDFും 3 മുന്നണിയായിട്ട് നിൽക്കുന്നവർ, ഈ 3 മുന്നണികളും എടുത്ത നിലപാടെന്താണ്? കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ല എന്നുള്ളതാണ്. കന്യാസ്ത്രീകൾ കുറ്റക്കാരല്ലാത്തതിൻ്റെ പേരിൽ അവരെ വിമോചിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജാമ്യം നൽകി പിന്നെ അവരവരുടെ വിഷയം പറയാനായിട്ട് അവർക്ക് അവസരം. അല്ല, കുറ്റക്കാരല്ലെന്ന് പറഞ്ഞാൽ അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നവർ പറഞ്ഞു. മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല. ഇവർക്ക് എങ്ങനെ അറിയാം? അല്ല, ആർക്കറിയാം എന്ന് ചോദിച്ചാൽ കന്യാസ്ത്രീകളാണല്ലോ പറയണത് അങ്ങനെയല്ലെന്ന്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആണല്ലോ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് പെട്ടെന്നാണല്ലോ ബജരംഗദൾ അവിടെ കടന്നു ചെല്ലുകയും ഇവരെ വിചാരണ ചെയ്യുകയും ഇവരെ ശരിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് എന്നാണ് കന്യാസ്ത്രീകൾ പറയുന്നത്. അതല്ലാതെ അങ്ങനെ സാധാരണയിൽ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ 2 കന്യാസ്ത്രീകൾ വരുന്നു, അവരുടെ കൂടെ 2 പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ വേറെ ചെറുപ്പക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ സംശയിക്കുകയോ അവരെ ചോദ്യം ചെയ്യുകയോ അവരെ വിചാരണ ചെയ്യുകയോ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഇതിൻ്റെ ഒരു പാർട്ടായിരിക്കാം. അവിടെ എല്ലാ സ്ഥലങ്ങളിലും കന്യാസ്ത്രീകളെ ഇങ്ങനെ നോക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുന്ന രീതികളുണ്ടാകും. കേരളത്തിൽ നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ് കന്യാസ്ത്രീകളെ കാണുന്നത് നമുക്ക് അങ്ങനത്തെ സംശയങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ അതുകൊണ്ട് അവിടുത്തെ സാഹചര്യം വേറെയാണ്. ആ സാഹചര്യത്തിലാണ് ഇവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ബജരംഗദളാണ് പറയുന്നത് ഇവർ മനുഷ്യക്കടത്തുകാരാണ്, ഇവർ മത പരിവർത്തനം നടക്കുന്നവരാണ്, അതുകൊണ്ട് ഇവരെ പോലീസ് പിടിച്ചു വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് നിയമം കയ്യിലെടുക്കുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവർ പിടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി അവർ ചെയ്തത് തെറ്റാണോ ശരിയാണോ, അവർ മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ, മതപരിവർത്തനം നിർബന്ധപൂർവ്വം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതാണ് കോടതിയുടെ മുന്നിൽ കേസ് വരുന്ന സമയത്ത് അവരുടെ വശങ്ങൾ വാദിക്കാനായിട്ടുള്ള സൗകര്യം അവർക്ക് ലഭിക്കുകയും അവർക്ക് വേണമെങ്കിൽ അവരുടെ വാദം മുൻനിർത്തി അവർ എന്താണ് ഇക്കാര്യത്തിൽ നിഷ്കളങ്കരാണ്, കുറ്റക്കാരല്ല എന്ന് കോടതി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള രാഷ്ട്രീയ ഇടപെടൽ എന്താണ്? കേരളത്തിൽ 3 വിഭാഗവും 3 മുന്നണികളും ഈ കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ബാക്കിയുള്ളവർക്ക് മാത്രമേ. കേരളത്തിലെ 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുകയും കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് വാദിച്ചിട്ടുള്ളത്. മറ്റതെല്ലാം ബാക്കി ഉള്ള തർക്കങ്ങൾ ഒക്കെ എന്ന് പറയുന്നത് പുറത്തുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു വാദമാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി ഈ 3 മുന്നണികളും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളായിട്ട് നിൽക്കട്ടെ, നമുക്കതിലിപ്പോൾ തൽക്കാലം ഇടപെടാതിരിക്കാം.